അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടിലെ പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ലിസാനിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ പ്രവർത്തനം ഇതാണ്, നക്തുബുൽ അസ്മാ എന്നാണ്. ഇതിൻ്റെ ഇപ്പോൾ ഓരോ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിൽ ഓരോന്നിൻ്റെയും ഇസ്മുകൾ എഴുതാൻ താഴത്ത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ചിത്രം കാണാം, മുയൽ അല്ലേ. ആ മുയൽ പറയാണ് അന ഡാഷ്. മുയലിന് അറബിയിൽ എന്താ പറയുക? അതെ, അർനബുൻ അല്ലേ. അർനബുൻ മുയലാണ്. അപ്പോൾ മുയൽ പറയാണ് അന അർനബുൻ, ഞാൻ മുയലാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അർനബുൻ എഴുതി കൊടുക്കണം. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? വാഴപ്പഴം. വാഴപ്പഴം അല്ലേ. വാഴപ്പഴത്തിന് എന്താ പറയുക? വാഴപ്പഴം പറയാണ് അന ഡാഷ്, ഞാൻ എന്താണ്? മൗസുൻ, ഞാൻ വാഴപ്പഴമാണ്. അന മൗസുൻ. മൂന്നാമത്തെ ചിത്രം അണ്ണാൻ അല്ലേ. മരത്തുമൊക്കെ കയറി ഇറങ്ങുന്ന അണ്ണാൻ. അപ്പം അണ്ണാൻ പറയാണ് അന ഡാഷ്, ഏതാണ്? സിഞ്ചാബുൻ. സിഞ്ചാബുൻ എന്നാണ് അണ്ണാന് പറയാം. ഇനി നാലാമത്തെ ചിത്രം നോക്കാം. ചിത്രത്തിൽ എന്താണുള്ളത്? അതെ, കൈതച്ചക്ക അല്ലേ. കൈതച്ചക്ക പറയാണ് അന ഡാഷ്. കൈതച്ചക്കക്ക് എന്താ പറയുക? അനാനാസുൻ അല്ലേ. അപ്പോൾ കൈതച്ചക്ക പറയാണ് അനാനാസുൻ. അനാനാസുൻ എങ്ങനെ എഴുതേണ്ടത്? ഒരു നാം കൂടെ എഴുതുക, സുൻ, അനാനാസുൻ. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? പൂവാണ് അല്ലേ, പുഷ്പം. അപ്പോൾ പൂവ് പറയാണ് എന്താ പറയുക അറബിയിൽ? സഹ്റത്തുൻ. അന സഹ്റത്തുൻ. സഹ്റത്തുൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, സഹ്റത്തുൻ, സഹ്റത്തുൻ. ഇനി അടുത്ത പ്രവർത്തനമാണ് കമ്മിലിൽ ഫറാഗ. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ. ഇവിടെ ചിത്രം നോക്കിയിട്ട് വിട്ട ഭാഗത്ത് എന്താ എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി എഴുതാം. ഒന്ന്, ഇവിടെ കാണാം ചിത്രം പശുവിൻ്റേതാണ്. അവിടെ കൊടുത്തിട്ടുണ്ട് ആദിഹി, ഇത് എന്താ പറയുക? പശുവാണെന്ന് ഇങ്ങനെ പറയാം. ബഖറത്തുൻ, ബഖറത്തുൻ, ബഖറത്തുൻ. ഓക്കെ. ഇനി രണ്ട്, ഹാദ എന്താണ് ചിത്രം? വീടാണ്. വീടിന് എന്താണ് അറബിയിൽ പറയുക? ബൈത്തുൻ. ഹാദ ബൈത്തുൻ, ബൈത്തുൻ. ഓക്കെ. ഇനി മൂന്നാമത്തതോ? പൂവങ്കോഴിയാണ് അല്ലേ. പൂവങ്കോഴി. നമ്മളെ തലയിലൊക്കെ പൂവുണ്ടാവും അതിൻ്റെ. പൂവങ്കോഴിക്ക് എന്താണ് അറബിയിൽ പറയുക? ദീക്കുൻ. എന്താണ്? ദീക്കുൻ. എഴുതേണ്ടത് ഇങ്ങനെയാണ്, ദീക്കുൻ. ഇനി നാല്, ഹാദിഹി ഡാഷ്. ഇതെന്താണ്? പുഷ്പത്തിന് അറബിയിൽ പറയാം സഹ്റുൻ, സഹ്റത്തുൻ. ഓക്കെ, സഹ്റത്തുൻ എഴുതേണ്ടത്. അപ്പോൾ ഹാദിഹി സഹ്റത്തുൻ. പുള്ളിൻ്റെ സഹ്റത്തുൻ. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വാക്കുകളൊക്കെ കുട്ടികളെ കൊണ്ട് നന്നായി പഠിപ്പിക്കണം. ഇനി അടുത്ത പ്രവർത്തനമാണ് നക്തുബു ബിമ യുനാസിബു. യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഇവിടെ നിങ്ങൾക്ക് 3 വാക്കുകൾ ആദ്യം കാണാം മുകളിൽ. ഇബിനുന്നുണ്ട്, ബിൻതുന്നുണ്ട്, ഉസ്താദുന്നുണ്ട്. അപ്പോൾ ഇതിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കണം. താഴത്തേക്ക് എഴുതി കൊടുക്കാം. ഒന്ന് അൻതി. അൻതി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും പെണ്ണിനുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആരാണ് പെണ്ണുള്ളത്?
ഈ കാണുന്ന നടുവിൽ ബിൻതുൻ. അപ്പോൾ അൻതി ബിൻതുൻ. അപ്പോൾ അങ്ങോട്ട് ബിൻതുൻ എന്ന് എഴുതി കൊടുക്കേണ്ട പ്രവർത്തനമാണ് കേട്ടോ. ഇതുപോലെ എന്ത് ചെയ്യുക, യോജിച്ചതാണ് എഴുതി കൊടുക്കേണ്ടത്. നിങ്ങളൊരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം അറിയണ ഉത്തരം എഴുതണം. ചിലപ്പോൾ നമുക്ക് ഒന്നാമത്തത് കിട്ടൂല. അങ്ങനെ ഇരിക്കുമ്പോൾ താഴത്തുനിന്ന് എഴുതിക്കോളിയും, അല്ലെങ്കിൽ രണ്ടാമത്തെ എഴുതിക്കോളിയും. ചിലപ്പോൾ ചോദ്യപേപ്പറിൻ്റെ അപ്പുറം ഭാഗത്തേക്കരം കിട്ടുക, അത് എഴുതിക്കോളിയും. എന്തായാലും ചോദ്യപേപ്പർ മുഴുവനായിട്ട് എഴുതിയെടുക്കണം. കിട്ടാത്ത ഉത്തരത്തിന് വേണ്ടിയിട്ട് കുറേ സമയം തീരത് ചിലവഴിക്കരുത്. കിട്ടുന്ന ഉത്തരങ്ങൾ ആദ്യം എഴുതി വെക്കുക. ഇനി 2 അൻത. അൻത ആർക്കും ഉപയോഗിക്കുക? അതെ, ഇബിനുൻ. അതിങ്ങോട്ട് എടുത്ത് എഴുതാൻ വേണ്ടത് ഇബിനുൻ. അൻത ഇബിനുൻ, നീ മകനാണ്. ഇനി മൂന്നാമത്തെ നമുക്കറിയാം, അന ഉസ്താദുൻ. അതിങ്ങോട്ടാണ് എടുത്തെഴുതേണ്ടത്. അന ഉസ്താദുൻ. അനവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താൽ ഉസ്താദെന്ന് എഴുതിയാൽ മതി. ഉസ്താദുൻ. ഓക്കെ, അപ്പോൾ ഈ പ്രവർത്തനവും കഴിഞ്ഞു. ഇനി അടുത്ത പ്രവർത്തനമാണ് നുജീബു അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി. താഴെ തന്ന ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. അതായത് ഇവിടെ ഒരു മാങ്ങ കൊടുത്തിട്ട് ഇവിടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, മാ ഹാദ, ഇതെന്താണെന്ന്. ഈ മാങ്ങയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് പറയണം? മാഞ്ചക്ക് എന്താ പറയുക, മാങ്ങക്ക് എന്താ പറയുക? മാഞ്ച അല്ലേ? മാഞ്ച എന്നാണ് മാങ്ങക്ക് പറയുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഹാദ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഹാദ എന്ന് കാണുന്ന ഇതെന്ത് ചെയ്യണം, ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഹാദ എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ പേര് മാഞ്ച. മാഞ്ച, ഹാദ മാഞ്ച. ഇനി രണ്ടാമത്തതോ, പൂച്ചയാണ് അല്ലേ, പൂച്ചക്കുട്ടി. അപ്പോൾ മാ ഹാദിഹി എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ, ഇതെന്താണെന്ന്. അപ്പോൾ നിങ്ങളെന്താ പറയുക? ഹാദിഹി ഹിറത്തുൻ എന്ന് പറയണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഹാദിഹി എന്ന് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഇവിടെ നമ്മൾ എഴുതാണ് ഹാദിഹി. ഇനിയോ പൂച്ചക്ക് എന്താ അറബി പറയുക? ഹിറത്തുൻ. അപ്പോൾ ഹിറത്തുന്ന് അവസാനം എഴുതേണ്ട കേട്ടോ, ഹിറത്തുൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം എഴുതി. ഇനി അടുത്ത ചോദ്യമാണ്. ഇവിടെ ഒരു കുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നേരൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, മൻഹാദ, ഇതാരാണ്? അപ്പോൾ ഇവിടെ എന്താ എഴുതുക? ഹാദ ഇബ്നുൻ. പാഠഭാഗത്ത് 2 പറയുന്നുണ്ട്. ഹാദ ബാസിം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊന്നുകൂടെ പറയുന്നുണ്ട്, ഹാദ അഹി എന്ന് പറയുന്നുണ്ട്. അതിലേത് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഹാദ ഇബ്നുൻ എഴുതാം, അല്ലെങ്കിൽ ബാസിം എന്ന് എഴുതാം. നല്ലത് എന്താ വെച്ചാൽ ഇബ്നുൻ എന്ന് എഴുതലാണ് നല്ലത്. കാരണം ഇവിടെ ആരാ എന്നൊന്നും വ്യക്തമാക്കാത്തത് കൊണ്ട് ഇബ്നുൻ എന്ന് എഴുതാം. ഹാദ ഇബ്നുൻ. ഇനി അവസാനത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൻ ഹാദിഹി, ഇതാരാണ്? ഒരു പെൺകുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളെ ചൂണ്ടിക്കാണി ചോദിക്കാണ്, മൻ ഹാദിഹി, ഇവളാരാണ്? അപ്പം എന്താ പറയുക? ആദ്യം എന്ത് ചെയ്യണം? ഹാദിഹി എന്ന് ഇങ്ങോട്ട് കൊടുത്ത് എഴുതണം. ഹാദിഹി. ഇനി എന്ത് ചെയ്യണം? മകൾക്ക് എന്താ പറയുക അറബിയിൽ? ബിൻതുൻ. ബിൻതുൻ. ഹാദിഹി ബിൻതുൻ. ഹാദിഹി ബിൻതുൻ. അപ്പം ഇങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.